ക്രിസ്മസ് വൈബ് അല്ലേ വരുന്നത്. വൈറ്റ്സ് എപ്പോഴും എൻക്വയറി ഉള്ളതാ. സ്പെഷ്യലി ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഓൺലൈനായിട്ട്. പക്ഷെ ഒത്തിരി പേർക്ക് കിട്ടാണ്ട് പോയിട്ട് എൻക്വയറി ഉള്ള ഒരു വൈറ്റ് സൽവാർ മെറ്റീരിയൽ ആണ് ഇത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടും അല്ല. ഇതിനകത്ത് നെക്ക് ഡിസൈൻസ് കണ്ടോ, പ്ലസ് ലാഡർ ലേസ്, സൈഡ്സിൽ വന്നിരിക്കുന്ന പിൻടക്സ്, പ്ലസ് ദുപ്പട്ടയിൽ നോക്കിക്കേ ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. ക്രോഷ്യോ ലേസസ് ഇൻസേർട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ചെറിയ ലേസസ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ കൂടുതൽ നമുക്കൊരു വൈറ്റ് സൽവാറിൽ ചെയ്യാൻ പറ്റുമോ? അത്ര അടിപൊളി ഒരു പീസാണ്. ഇപ്പം നമുക്ക് ക്രിസ്മസിന്റെ ടൈം ആകുമ്പോൾ എല്ലാവർക്കും റെഡ് വൈറ്റ് ഗ്രീൻ എന്ന് അന്വേഷിച്ചാൽ വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ആ റെഡ് ആൻഡ് വൈറ്റ് പോസ്റ്റ് ചെയ്തിട്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു മാസ്റ്റർ പീസാണ് വൈറ്റ്. അപ്പോൾ അടിപൊളി സൽവാർ സെറ്റാണ് ഇതിൻ്റെ വരുന്നത്. റേഞ്ച് വരുന്നത് 3095 ആണ് കേട്ടോ. അപ്പം റേഞ്ച് കൂടുതലാണോ? പക്ഷെ ഈ വൈറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും പരിപാടികൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു റേഞ്ച് വന്നില്ലെങ്കിൽ അത് ശരിയാണോ? അപ്പം കോട്ടയിലാണ് വന്നിരിക്കുന്നത്. നല്ല കോട്ടൺ കോട്ടയിലാണ് ഈ സൽവാർ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ പീസാണ്. ഇനിയിപ്പോൾ ഇത്രയും റേഞ്ചിലേക്ക് പോകണ്ട, വൈറ്റ്സ് അല്ലേ എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റിയ ഒരു പീസും കൂടെ ഉണ്ട്. 1235 റേഞ്ചിലൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പം അത് വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹക്കോബായുടെ മെറ്റീരിയൽ തന്നെയാണ്. കണ്ടോ, കോട്ടൺ കേംബ്രിക് പോലത്തെ മെറ്റീരിയലിലുള്ള ഹക്കോബ മെറ്റീരിയൽ ആണ്. ഓൾ ഓവർ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല പീസാണ്. നീളത്തിൽ ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് നല്ല ഒതുക്കം തോന്നും, വണ്ണം ഒന്നും തോന്നില്ല. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ടാസ് വന്നിരിക്കുന്നത്. ബൂട്ടീസ് ആൻഡ് സ്കാലപ്സ് ഓൾ ഓവർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റേഞ്ച് വരുമ്പോഴാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ല. രണ്ടും നല്ല അടിപൊളി പീസാണ്. വൈറ്റ്സ് ആയതുകൊണ്ട് വേഗം വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തോ കേട്ടോ. ഇല്ലെങ്കിൽ സംഭവം തീർന്നു പോകാൻ ചാൻസ് ഇല്ലായിരിക്കില്ല. കാരണം സീസൺ ക്രിസ്മസിൻ്റെയാണ്. താങ്ക് യു.